അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. സൈദലവി ചെറുപ്പച്ചിക്കാണ്. പ്രിയപ്പെട്ട ഹബീബികൾ, അർജന്റ് എമർജൻസി സെയിലാണ്. എമർജൻസി സെയിൽ ആയതുകൊണ്ട് നമ്മൾ രാത്രി വീഡിയോ എടുക്കുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിലാണ്, ഒറ്റപ്പാലം താലൂക്കിലാണ്, പൂക്കോട്ടുകാവ് പഞ്ചായത്തിലാണ്, വാഴൂർ മഹലിന്റെ ആണ്, മുന്നർപ്പുറ സ്കൂളിന്റെ തൊട്ടടുത്താണ്. നമുക്കിവിടെ കാണാനുള്ളത് 7 സെന്റ് സ്ഥലവും അതിനോട് ചേർന്ന് 1200 സ്ക്വയർ ഫീറ്റ് ഫ്രഷ് വീടുമാണ്. നിലമ്പണി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ സ്കൂള്, പള്ളി, മദ്രസ 150 മീറ്റർ ദൂരം, 150 മീറ്റർ ദൂരം. ബസ് റൂട്ട് ചെപ്പശ്ശേരി പാലക്കാട്ടുള്ള ബസ് റൂട്ടാണിത്. അപ്പൊ ഇത് കണ്ടതിന് ശേഷം നമ്മൾ രാത്രി വീഡിയോ എടുക്കുമ്പോൾ അറിയോ, നിങ്ങൾ ഒരു കാര്യം ശ്രമിക്കുക, അത്ര എമർജൻസിയിലാണ്. അപ്പൊ എല്ലാവരും ഷെയർ ചെയ്യണം. കണ്ട ഉടനെ പരമാവധി എല്ലാ ഹബീബികളുടെ ഗ്രൂപ്പിലും, ഇത് പ്രത്യേകിച്ച് ഒരു പ്രവാസിയുടെ കൂടിയാണ്. അപ്പൊ എല്ലാവരും ഇത് കണ്ട ഉടനെ എല്ലാ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യണം, മറക്കരുതിട്ടില്ലേ. ഒരു പ്രവാസിയുടെയാണ്, ആകെ പിടുത്തം വിട്ട് നിൽക്കണം. അപ്പൊ അർജന്റ് സെയിലാണ്. അപ്പൊ ഇൻഷാല്ല ഈ റോഡ് സൈഡിൽ നിന്ന് നമുക്ക് ഈ വീടിന്റെ നേരെ പുറകിൽ സെക്കൻഡ് ഫ്ലോട്ട് കേട്ടോ, 10 അടി വഴിയാണ് ഇതിലേക്ക്. 10 അടി വഴിയാണ് വീട്ടിലേക്കുള്ളത്. ഇതാണ് സെക്കൻഡ് പ്ലോട്ട്. അപ്പോൾ പ്രിയപ്പെട്ട ഹബീബുകൾ, എന്താണ് ടാറിംഗ് റോഡ് ഈ കണ്ട വീടല്ലേ, വീടിന്റെ നേരെ ബാക്കിൽ ഇതാ ഇതാ ഈ കാണുന്ന വീട്. ഇത് രാത്രി ആവുകൊണ്ട് കാണാൻ ഒരു അല്പം ബുദ്ധിമുട്ടുണ്ടാവില്ലേ. നല്ല ഫ്രഷ് വീടാണ്. ഇത് പുറത്തുനിന്ന് കാണിച്ചു കൊടുത്ത ഉള്ള ലൈറ്റിൽ കാണിച്ചു കൊടുത്ത് പുതിയ വീടാണേ കേട്ടോ. ഫ്രഷ് വീട്, പുതിയ വീട് എന്ന് പറഞ്ഞാൽ അത്ര പുതിയതല്ല, 3-4 വർഷം പഴക്കമുള്ള വീടാണ്. നിലമ്പണി കഴിഞ്ഞിട്ടില്ല. നല്ല വീട്, 1200 സ്ക്വയർ ഫീറ്റ്, 2-3 ബെഡ്റൂം കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. ഇവിടെ ഇരുട്ടത്തെ കളിച്ചിട്ടില്ലേ, അർജന്റാണ് ഹബീബിങ്ങൾ. നല്ല വീടാണ് ഇട്ടില്ല. ഞങ്ങൾ വന്ന് നോക്കിക്കോ, പകല് വന്ന് നോക്കിക്കോളൂ. ഇത് അർജന്റ് വിൽപ്പനയാണ്. അല്ലേ, ഇതാണ് ഇവിടെ അതിരി. 7 സെന്റ് സ്ഥലം, 7 സെന്റ് സ്ഥലം വീടും നിങ്ങൾക്ക് അളന്നു തരും. അല്ലേ, പുറത്ത് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിലേക്ക് സ്ഥലമുണ്ട്, ബാക്കിൽ വീടുകളാണ്. ഇതല്ല, അർജന്റ് വിൽപ്പനയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ കാണണം. ആണോ, എൻ്റെ ബാക്കിലൊക്കെ വീടുകളാണ് കേട്ടോ, നല്ല നല്ല വീടുകളാണ്. ഇതാ അല്ലേ, ജനൽപ്പൊടി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല വീടാണ്. ഇതിൻ്റെയൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിൽ അതുവരെ നമുക്ക് അതിലുണ്ട്. രാത്രി എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അർജന്റ് സെയിലാണ് പറഞ്ഞപ്പോൾ നമ്മൾ വന്നിട്ട് വീഡിയോ എടുക്കുകയാണ്. ഇത് നമ്മുടെ നാട്ടിൽ തന്നെയാണ്, പുറമേ ഒന്നല്ല. പള്ളി മദ്രസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 മീറ്ററാണ് ദൂരം. അമ്പലം 1.5 കിലോമീറ്ററാണ് അമ്പലത്തിലേക്കുള്ള ദൂരം. ക്രിസ്ത്യൻ ചർച്ചിലേക്ക് 2.5 കിലോമീറ്റർ, 3 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ക്രിസ്ത്യൻ ചർച്ച്. എല്ലാ വിഭാഗക്കാർക്കും താമസിക്കുക. അവിടെ മാവും തൈയൊക്കെ ഉണ്ട്. എത്രത്തോളം നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് അറിയില്ല. ഇനി ഇങ്ങനെ ഈ സൈഡ് ഇതിനുണ്ട്, ഇരുട്ട് കാരണം കാണുന്നില്ല. കാണണം, കണ്ടില്ലേ, ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാവുന്തയ്യൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ പറയുന്നത് എന്താണ്, സിറ്റ് ഔട്ട്. ഒരു 3-4 ആൾക്ക് 5-6 ആൾക്ക് ഇരിക്കാനുള്ള സൗകര്യം സിറ്റ് ഔട്ട് ഉണ്ട്. ജനൽപ്പുള്ളി 2 കളി ജനല്, ഡോറ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നിലം സിമെന്റ് ഇട്ടിരിക്കുകയാണ്. അതാണോ, വലിയൊരു ഹാള്, അത്യാവശ്യം നല്ല വലിപ്പമുള്ള വലിയ ഹാളാണ് കേട്ടോ. 1200 സ്ക്വയർ ഫീറ്റ് ആണ്, വലിയ ഹാളാണ്. കണ്ടില്ലേ ഈ ഹാള്. അതുപോലെ തന്നെ 3 ബെഡ്റൂമാണ്. ഒരു ബെഡ്റൂം ഇവിടെ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. അറ്റാച്ച് ബാത്റൂം ഉണ്ട് കേട്ടോ. പക്ഷെ അതിൽ ക്ലോസറ്റ് വെച്ചിട്ടില്ല, പണി ബാക്കിയുണ്ട്. ഇതിൻ്റെ പണി ബാക്കിയുണ്ട്, അതും കൂടെ അറിയിക്കുകയാണ്. ഒരു ബെഡ്റൂം കണ്ടു, ഇനി 2 ഉണ്ട്. ഇതാണ് ഒരു ബെഡ്റൂം അല്ലേ. ഇതും അറ്റാച്ച് ബാത്റൂമാണ്. അതിൽ ക്ലോസറ്റ് വെക്കേണ്ട പണി ഉണ്ട് കേട്ടോ. കാണുന്ന ഹബീബിങ്ങളല്ലേ. ഇത് അർജന്റ് വിൽപ്പന ആയതുകൊണ്ടാണ്. ഇപ്പോൾ പ്രവാസിയുടെയാണ്, എല്ലാവരും ഷെയർ ചെയ്യണം, ഇത് മറക്കരുത്. അങ്ങനെ തന്നെ ഈ ഹാളിലേക്ക് വീണ്ടും വരികയാണ്. ഇവിടെ നമുക്ക് ആർച്ച് രൂപത്തിലാണ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ബെഡ്റൂമിൽ കിടക്കുന്നതിൻ്റെ ആർച്ച് രൂപത്തിലാണ് നല്ല ഡിസൈൻ വർക്കൊക്കെ ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ വന്ന് ഈ ഹാളിൽ നിന്ന് തന്നെ നമുക്ക് അടുത്ത റൂം, ഇതും അറ്റാച്ച് ബാത്റൂമാണ്. പക്ഷെ ഇതിൽ ക്ലോസറ്റൊക്കെ വെച്ചിട്ടുണ്ട്, കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള ഇത് തന്നെയാണ്. എല്ലാ ഭാഗം ഒന്ന് കാണിച്ചു കൊടുത്താൽ 1200 സ്ക്വയർ ഫീറ്റ് ആണ്. 1200. അപ്പൊ നമുക്ക് ഇനി മുകളിലേക്ക് പറഞ്ഞാൽ 2-3 റൂം എടുക്കാനുള്ള സംവിധാനം ഉണ്ട്, ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ട്, ഇപ്പോഴൊക്കെ സിമെന്റ് ഇട്ട്, എല്ലാ ഭാഗവും സിമെന്റ് ആണ്, ടൈൽസ് അല്ല കേട്ടോ. ഇങ്ങനെ ചെറിയൊരു ഇത് ഇവിടെ ഉണ്ട്, സ്പേസ് ഉണ്ട്. കിച്ചൺ ജനൽപ്പൊളികളൊക്കെ വലുപ്പമുണ്ടോ. കിച്ചൺ നല്ല സൗകര്യമായിട്ടാണ്. കിച്ചന്റെ ഈ മേൽഭാഗം മാത്രം ടൈൽസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളോട് പറയണം എന്തായാലും, എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണല്ലേ. എല്ലാ വീഡിയോ ചെയ്യണമാരില്ല, പെട്ടെന്ന് ഷെയർ ചെയ്യണം. ഇത് വർക്ക് ഏരിയ, ഇതൊരു വർക്ക് ഏരിയ അല്ലേ. അത് അത്യാവശ്യം നല്ല സൗകര്യത്തോടു കൂടിയുള്ള വർക്ക് ഏരിയ ഉണ്ടാവും. അപ്പൊ വീട് അടിപൊളിയാണ്,
1200 സ്ക്വയർ ഫീറ്റും 7 സെന്റ് സ്ഥലവുമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി ഒരു ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടു ഈ ഇരുട്ടത്താണ്. അപ്പൊ ഇന്ന് വീഡിയോ ചെയ്ത് ഇന്നിപ്പോ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല, കാരണം നാളെ പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇന്നിപ്പോ ഒരു വീഡിയോ ഇപ്പോൾ വിട്ട് 2 മണിക്കൂറായിട്ടുള്ളൂ. അപ്പൊ ഇത് അർജന്റ് സെയിൽ ആയതുകൊണ്ട് നമ്മൾ രാത്രി തന്നെ വന്നൊരു വീഡിയോ എടുത്താണ്. കാരണം എന്താ വെച്ചാൽ അത്രയും റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ വന്നിക്കുന്നത്. എൻ്റെ നേരെ പുറകിൽ കാണുന്നതാണ് ഈ മദ്രസ. ഇവിടുന്ന് ഒരു 150 മീറ്ററാണ് ആ വീട്ടിലേക്ക് ദൂരം. അതേമാതിരി പള്ളിക്ക് 150 മീറ്റർ, ഈ സ്കൂളിലേക്ക് ഒരു 400 മീറ്റർ, ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂൾ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ചെറിയ അങ്ങാടി ഉണ്ട്. പൂക്കോട്ടവ് പഞ്ചായത്തിലാണ്, ഒറ്റപ്പാലം താലൂക്കിലാണ്. അപ്പോൾ പ്രിയപ്പെട്ട ഹബീബുകൾ, നല്ല വീടാണ്, നല്ല വർക്ക്, സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കയറ്റിയ വീടാണ്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ എനിക്ക് പറയാനുള്ളത് എന്താ പറയുക, പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം. എല്ലാ വീഡിയോമാരും ആകരുത്. ഇത് നല്ലോണം എല്ലാ ഗ്രൂപ്പുകൾക്കും ഷെയർ ചെയ്യണം. ഒരു പ്രവാസിയിലാണ്, ഒരിക്കലും അർജൻറ്റ് തന്നെയാണ്, യാതൊരു സംശയമില്ല. അതുകൊണ്ട് വെറും 25 ലക്ഷം റുപ്യാണ് വീടിന് ചോദിക്കുന്നത്. വില നെഗോഷ്യബിൾ കൂടിയാണ്. മാത്രമല്ല ഇതിൻ്റെ ഒരുപാട് കടബാധ്യത കാരണം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഇത് ഓണർ നമ്പറാണ് ഞാൻ ഇതിൽ വെക്കുന്നത്. 25 ലക്ഷം റുപ്യ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ചെയ്ത കച്ചവടം വേഗം നടത്തിക്കൊള്ളി. ഇൻഷാ അല്ലാഹ് നല്ല വീടും നല്ല സ്ഥലവും നല്ല ഏരിയ, പള്ളി മദ്രസ ഒക്കെ സൗകര്യം, അമ്പലം സൗകര്യം, ക്രിസ്ത്യൻ ചർച്ച് സൗകര്യം, എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലം. ബസ് റൂട്ടാണെങ്കിൽ തൊട്ടത് ബസ് റൂട്ട്, ചെർപ്പളശ്ശേരി പാലക്കാട് ബസ് റൂട്ട്, മുന്നർക്കോട് പോസ്റ്റ്, വാഴൂർ ദേശം അംശം. ഇത്രയും പറയണം എന്തിനാണെന്നറിയോ? ഇതെല്ലാവരും ഷെയർ ചെയ്യണം, മറ്റുള്ള ഗ്രൂപ്പുകൾ എത്തണം. വെറും 25 ലക്ഷം രൂപയ്ക്ക് താഴെ തന്നെ പറയാം, എന്തെങ്കിലും നെഗോഷ്യബിൾ ചെയ്തുതരാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ ചാനൽ കാണുന്ന ഓരോ ഹബീബിങ്ങളും ഞാൻ ഈ രാത്രി വീഡിയോ എടുത്ത് ഇൻഷാ അല്ലാഹ് നാളെ പകലേ വിടുള്ളൂ. കാരണം ഇപ്പോൾ ഒരു വീഡിയോ വിട്ട് 2 മണിക്കൂറായിട്ടുള്ളൂ. അതുകൊണ്ട് എത്രയും എമർജൻസി ആയതുകൊണ്ട് നാളെ രാവിലെ തന്നെ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യും. അതുകൊണ്ട് നാളെ നമുക്ക് 7-ാം തീയതിയാണ് വരുന്നത്. അപ്പോൾ 7-ാം തീയതി എല്ലാവരും ഈ ചാനൽ കാണുന്ന എല്ലാ ഹബീബികളും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ള ഗ്രൂപ്പുകൾ എത്തണം. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും കുലുക്കും മഹസ്സലാമ.